ഈ സമ്മേളനത്തിലേക്ക് ഏറ്റവും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പദയാത്ര ഇവിടെ നയിച്ച കർഷക കോൺഗ്രസിന്റെ സമന്വിതനായ നേതാവ്, കർഷക കോൺഗ്രസിന്റെ അധ്യക്ഷൻ ശ്രീ മാഞ്ജോസ് മാത്യുവിനെ ഏറെ ആദരവോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തില് പദയാത്രയിൽ ഉൾപ്പെടെ ഇവിടെ പങ്കെടുത്ത് നമ്മളെ അനുഗ്രഹിക്കുവാനായി എത്തിച്ചേർന്നിരിക്കുന്ന ഇടുക്കിയുടെ ഏറെ പ്രിയങ്കരനായ MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് അവരുകളെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇടുക്കി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സംസ്ഥാന ഭാരവാഹികൾ അയലത്തിൽ നിസാർ, മാത്യു ടി വൈദ്യൻ എന്നീ സംസ്ഥാന ഭാരവാഹികളെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ സംബന്ധിക്കുവാനായി പ്രതികൂല സാഹചര്യത്തിൽ പോലും, പ്രതികൂല കാലാവസ്ഥ, പ്രിയപ്പെട്ട ഏറെ ബഹുമാനായ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, മറ്റ് KPCC UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, DCC മുൻ പ്രസിഡന്റുമാർ ബഹുമാനായ റോയ് കെ പൗലോസ്, ജോയ് തോമസ്, ഏറെ ബഹുമാനായ ഇടുക്കിയിൽ വന്ന് ഇടുക്കിയിലെ മലയോര കർഷകരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും മനസ്സിലാക്കി ഈ ഇതുപോലൊരു പദയാത്ര കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് കർഷകർക്ക് ഏറെ പ്രിയങ്കരനായ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ കർഷക കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് പ്രിയങ്കരനായ ശ്രീ ടോമി പാലക്കൽ, ഇന്ന് ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഉജ്ജ്വലമായ ഈ കർഷക മാർച്ചിന് നേതൃത്വം നൽകിയ കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എന്നതിലുപരി എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതരും സുഹൃത്തും ദീർഘകാലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ്, മറ്റ് DCC ഭാരവാഹികൾ, കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾ, ഇന്ന് ആദ്യ വെല്ലുവിളികൾക്കിടയിൽ ഇടുക്കിയുടെ ഒരു സ്വഭാവ സവിശേഷതയാണ് കാടിനോടും മലയോടും ഒക്കെ കൊണ്ടുവന്നിരിക്കുന്ന ഭൂപതിവ് നിയമ ഭേദഗതി, ഭൂപതിവ് ചട്ട ഭേദഗതിയും നമ്മുടെ മുമ്പിലുണ്ട്. ആദ്യം സർക്കാർ കൊണ്ടുവന്നത് ഭൂപതിവ് നിയമ ഭേദഗതിയാണ്. ഇതിലേക്ക് നയിച്ച സാഹചര്യം എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഐക്യ ജനാധിപത്യ മുന്നണി ഒരു വശത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിശേഷിച്ച CPM സൂര്യരംഗൻ റിപ്പോർട്ടുകളെ അധികരിച്ച് ഈ ജില്ലയിൽ നടന്ന പ്രചരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. ഒരുപക്ഷെ ഇന്നത്തെ സായാഹ്നത്തിൽ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കോയിൻസിഡൻസ് ആയി തോന്നാം. ഇതിനു മുമ്പ് ഈ നിലയിലുള്ള ഒരു വിശദീകരണത്തിനായി മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണി അതിനുശേഷം പറഞ്ഞൊരു വാചകം ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നിങ്ങൾക്ക് അപകടമാണ്, അല്ലെങ്കിൽ ഇടുക്കിയിലെ ജനങ്ങളെ ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസും വഞ്ചിച്ചുവെന്ന് നിങ്ങളോട് വന്ന് പറയുന്ന ആളുകൾ നാളെ നിങ്ങളെ കാണാൻ വന്നെന്ന് വരില്ല. അവരൊക്കെ മാറിയാലും, അവരൊക്കെ പോയാലും, അവരൊക്കെ രാഷ്ട്രീയത്തിൽ നിന്ന് മാഞ്ഞു അസ്തമിച്ചാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും അടക്കം ഈ വേദിയിൽ നിങ്ങൾ കാണുന്ന എല്ലാ നേതാക്കന്മാരും നാളെയും നിങ്ങളുടെ മുമ്പുള്ള നേതാക്കന്മാർ അന്ന് ഞാൻ ഡൽഹിയിലുണ്ട്. ഈ പ്രശ്നം അതിരൂക്ഷമായി നിൽക്കുമ്പോ പെട്ടെന്ന് സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി AK ആന്റണി ഡൽഹിയിലുണ്ട്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയും KPCCയുടെ അധ്യക്ഷനായിരുന്ന VM സുധീരനും അടിയന്തരമായി അവർക്ക് അവകാശവും അധികാരവും നൽകണമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് അന്ന് നിയമസഭയിൽ വാദിച്ചത്. അങ്ങനെ നടപ്പിലാക്കിയ ഭൂപതിവ് നിയമമാണ് ആദ്യമായി കേരളത്തില് നിലവിൽ വന്നത്. അതിന് പിന്നാലെ 1964 ഭൂപതിവ് ചട്ടം നിലവിൽ വന്നു. ഇന്നുവരെ കേരളത്തിലും ഇടുക്കിയിലുമുള്ള എല്ലാ ഭൂമിക്കും പട്ടയ അവകാശം നൽകിയിട്ടുള്ളത് 1960 നിയമത്തിന്റെയും 64 ചട്ടത്തിന്റെയും പേരിലാണ്. പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഈ പ്രയാസങ്ങൾ ഉണ്ടായി വന്നത്? തലയ്ക്ക് നട്ട പ്രവർത്തന സർക്കുലർ എന്ന് പറയുന്നത്
പട്ടയഭൂമി ഈ 3 കാര്യങ്ങൾക്കല്ലാതെ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് വന്നു. അതിന്മേലുണ്ടായ തർക്കമാണ്. സ്വാഭാവികമായിട്ടും ആ നിർവചനം ശരിയല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഹൈക്കോടതിയിൽ പോയി എന്നത് ശരിയാണ്. എന്നിട്ട് ആ സർക്കുലറിനെ മോഡിഫൈ ചെയ്ത് അടുത്ത സർക്കുലർ ഇറക്കി. എന്താണ്? ആ നിലയിൽ ആ സർക്കുലർ പ്രാവർത്തികമായ എല്ലാ പട്ടയഭൂമികൾക്കും അത് ബാധകമാകുമെന്ന് വന്നപ്പോ രണ്ടാമത്തെ സർക്കുലർ പിണറായി വിജയൻ കൊണ്ടുവന്നു. ഇടുക്കി ഉൾപ്പെടുത്തിയാണ് 13 വില്ലേജുകളിൽ നിങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അങ്ങനെ 13 വില്ലേജുകളിൽ മാത്രമായി നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോ എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ഞാൻ അഭിഭാഷകനാണ്, ഞാൻ MLA ആയിട്ടില്ല. പട്ടയഭൂമി നൽകിയിരിക്കുന്നത് ആർശങ്കർ പാസാക്കിയ നിയമത്തിന്റെ ഭാഗമായിട്ടാണ്. ഈ ഭൂമിയെല്ലാം നൽകിയിരിക്കുന്നത് 1964 ഭൂമി. ഒരു മകനായി ഈ പോരാട്ടത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ച എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ടോമി പാലക്കൽ, ബഹുമാനായ ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ, നിയമസഭയിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ശബ്ദമായ വിഭയായ കോൺഗ്രസിന്റെ അഭിമാനതാരമായ ശ്രീ ഡോക്ടർ മാത്യു കുഴൽനാടൻ, പ്രിയങ്കരനായ ഇന്നത്തെ കർഷക മുന്നേറ്റ പദയാത്രയുടെ നായകൻ, ഇടുക്കിയുടെ ഭൂപ്രശ്നങ്ങളും കാർഷിക വിഷയങ്ങളും ഏറ്റെടുത്തുകൊണ്ട് കർഷക കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അജണ്ടയാക്കി നിങ്ങൾ ഇതിനെ കാണരുത് എന്ന് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് അസന്നിഗ്ധമായി പറഞ്ഞു. ഇതെല്ലാം നിയമസഭാ റെക്കോർഡിലുള്ളതാണ്, അതല്ലാതെ